നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴും അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിച്ചു എന്ന് വരുന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അപ്രതീക്ഷിതമായ കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ഇവിടെ തന്നിരിക്കുന്നതായ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ പുഷ്പം നീല ശംഖുപുഷ്പവും രണ്ടാമത്തേതായ പുഷ്പം ചുവന്ന ചെമ്പരത്തിയുമാകുന്നു. ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പ്രവൃത്തി രംഗങ്ങളിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ, നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യതകൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഒരു കാര്യത്തിൽ പൊതുവെ ഉറച്ചു നിൽക്കാത്തതായ പ്രകൃതം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും അത് നിങ്ങൾക്ക് തിരിച്ചടിയാകാറുണ്ട് എന്നതും വാസ്തവമാണ്. അതിനാൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിൽ ആ കാര്യത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമായ സമയമാകുന്നു. മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തരായ വ്യക്തികളാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. പല കാര്യങ്ങളും നിങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നവരാകുന്നു, ചിന്തിക്കുന്നവരാകുന്നു. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ അനുകൂലമാവുകയോ ചെയ്യാം. സങ്കീർണമായ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ കടന്നു വന്നു എന്ന് വരാം. ആ സങ്കീർണമായ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഫലപ്രദമായി നേരിടേണ്ടതായ സാഹചര്യം, തരണം ചെയ്യേണ്ടതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. എന്ത് കാര്യം മറ്റുള്ളവരോട് തുറന്ന് പറഞ്ഞ് വിഷമം കുറയ്ക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലവിധ രഹസ്യങ്ങളും പറഞ്ഞു പോകുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ്. പല രഹസ്യങ്ങളും നിങ്ങളിൽ തന്നെ നിലനിൽക്കുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് ദാമ്പത്യ ജീവിതത്തിലാണ് എങ്കിലും അത്തരം ചില സാഹചര്യങ്ങൾ കടന്നു വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഈ സമയം ശുഭം. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സമയം കൂടിയാകുന്നു. സന്താന ക്ലേശങ്ങൾ, പങ്കാളിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷമതകളാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതും. എന്നാൽ വരികയാണ് എങ്കിൽ തുടക്കത്തിൽ പതറാതെ തന്നെ അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഈ സമയം പ്രത്യേകം ഓർക്കുക. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഈശ്വരാധീനം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്ന അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും അത് വന്നു ചേരും. അല്ലെങ്കിൽ ഈശ്വരാധീനം നിങ്ങൾക്ക് പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആത്മധൈര്യം നിങ്ങളിൽ വർദ്ധിക്കും. കൂടാതെ നിങ്ങളിലേക്ക് തീർച്ചയായും ആരോഗ്യപരമായ കാര്യങ്ങളും അനുകൂലമായി തീരും എന്നതാണ് വാസ്തവം. വലിയ രീതിയിലുള്ള ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. എന്നാൽ ഏതൊരു കാര്യമാണ് എങ്കിലും അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. എടുത്തുചാടി തീരുമാനങ്ങൾ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ പുഷ്പമായ ചെമ്പരത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഭാഗ്യം വർദ്ധിക്കുന്നതായ സാഹചര്യം. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന കാര്യം പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്.
സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ആത്മാർത്ഥത ജീവിതത്തിൽ പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. നേട്ടങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കൂടുതലായും ദുഃഖങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും അത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കുവാൻ ഭാവിയിൽ ശ്രദ്ധിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിവേഗം ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായി വരാം. അത്തരം കാര്യങ്ങളിൽ തുടക്കത്തിൽ പതറും എങ്കിൽ പോലും അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ആഗ്രഹ സാഫല്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നടന്നു അല്ലെങ്കിൽ നടക്കുന്നതായ സാഹചര്യം തന്നെയാണ് കടന്നു വരിക. പല കാര്യങ്ങളിലും സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സൗഭാഗ്യവും സുഖകരമായ ജീവിതവും കടന്ന് വരാവുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ദാനധർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഭാഗ്യം, സമൃദ്ധി നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുകയും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് സമൃദ്ധി ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹങ്ങൾ മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ, അതിനായി കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളാണ് അനുകൂലമായി തീരുക. ധനപരമായ ചില നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുകയോ ധനത്തിന് അനുകൂലമായി ധനനേട്ടങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന ചില പ്രവൃത്തികൾ ചെയ്യാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈശ്വരാധീനം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഈശ്വരാധീനം പ്രതിഫലിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കലാമേഖലകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാം. കലാമേഖലകളിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അത് ഗൃഹമാണ് എങ്കിലും, വാഹനമാണോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. എന്നാൽ തുടക്കത്തിൽ പല പ്രതിസന്ധികളും കടന്നു വരും എങ്കിൽ പോലും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഏത് കാര്യത്തെയും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക.